നമ്മളിനി ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടത് വരുണ ഭഗവാനോടായിരിക്കും. അവിടെ നീ ചോദിക്കാൻ പറ്റുന്നുള്ളൂ എന്തുകൊണ്ട് ഇത്രയും മഴ പെയ്തു. ഇവിടെയും തൂങ്ങും, ഓഹോ അവിടെയും തൂങ്ങും. നമസ്കാരം. കോംപ്ലാന്റെ പരസ്യത്തിലെ തൂങ്ങും രാജു എവിടെയും കയറി തൂങ്ങുന്നതിനും ഞാലുന്നതിനും ഒരു കാരണമുണ്ട്. അവന് പെട്ടെന്ന് ഉയരം വയ്ക്കണം. എന്നാൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം വെറുതെ കയറി ഞാലുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എങ്ങനെയെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ പാർട്ടിയെ ഉയരത്തിലെത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ്. 10-25 കൊല്ലം റാന്നി അടക്കി വാണ പുള്ളിയാണ് രാജു എബ്രഹാം. അന്ന് പുള്ളിക്ക് ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുറ്റിച്ചൂലും എടുത്തുകൊണ്ട് തൂത്തുവാരാൻ ഇറങ്ങിയിരിക്കുകയാണ് റാന്നി. 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ രാജു പറഞ്ഞത് മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് റാന്നിക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നാണ്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ യാഥാർത്ഥ്യം പറഞ്ഞ രാജു നിയമസഭയിൽ ചെന്ന് ഇക്കാര്യം പറയാൻ വാ തുറന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിണറായി വിജയൻ തിരിഞ്ഞൊന്ന് നോക്കി, ചീങ്കണ്ണിയെപ്പോലെ വായ തുറന്നങ്ങ് കാണിച്ചു. ഇപ്പോൾ നിന്നെ വായിലാക്കുമെന്നായിരുന്നു ഭീഷണി. അതോടുകൂടി രാജു എബ്രഹാമിൻ്റെ നാക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തില്ല രാജുവിന്. ഒടുവിൽ പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന ഈ ജ്ഞാനായക്കാരൻ അച്ചായനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയാക്കി. MLA ആയിരിക്കുന്ന കാലത്ത് രാജു എബ്രഹാമിന് ബോധവും സംസ്കാരവും നിലവാരവും ഉണ്ടായിരുന്നു. വിവരമില്ലായ്മയോ അതിതീവ്രമായ അടിമ സ്വഭാവമോ അദ്ദേഹം കാണിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതോടെ രാജുവിൻ്റെ സ്വഭാവം ആകപ്പാടെ മാറി. ഒരു CPM സെക്രട്ടറിക്ക് വേണ്ട എല്ലാവിധ വിവരദോഷങ്ങളും അദ്ദേഹം തലയിൽ കുത്തിക്കയറ്റി. രാജു എബ്രഹാം ഇപ്പോൾ പറയുന്നത് ഇതും മനുഷ്യനിർമ്മിത വെള്ളപ്പൊക്കമാണ് റാന്നിയിലേതെന്നാണ്. മുന്നറിയിപ്പില്ലാതെ മണിയാർ ബാരേജ് തുറന്നു വിട്ടതുകൊണ്ടാണത്രേ ഇതുണ്ടായത്. ഈ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാജു എബ്രഹാമിന് വിവരമുണ്ടോ എന്ന് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് മനസ്സിലാകും. കാരണം മണിയാർ ബാരേജിൻ്റെ ജാമായ ഷട്ടറുകൾ കഴിഞ്ഞ 3 വർഷക്കാലമായി അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചു വച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഷട്ടറുകൾ ഒന്നും തന്നെ ഇല്ല. ഇല്ലാത്ത ഷട്ടറുകൾ എങ്ങനെയാണ് രാജു മഴക്കാലത്ത് പൊക്കി വയ്ക്കുന്നത്? ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ രാജു എബ്രഹാം പറയുന്നത് വിശ്വസിച്ച് ബാരേജ് തുറന്നു വിട്ടതുകൊണ്ടാണ് വെള്ളം കയറിയതെന്നങ്ങ് വിശ്വസിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ നഷ്ടമുണ്ടായ എത്ര വ്യാപാരികളെയാണ് നിങ്ങൾ സഹായിച്ചത്? ഇത്തവണ കച്ചവടക്കാർക്കും 10,000 വീതം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മണിയാറിലേത് ബാരേജാണ്, ഡാമല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു തടയണ. വെള്ളം വൻതോതിൽ സംഭരിച്ച് വയ്ക്കുന്നതിന് പകരം ജലനിരപ്പ് ഉയർത്തി മറ്റു കനാലുകളിലേക്ക് തിരിച്ചുവിടാനാണ് ബാരേജുകൾ നിർമ്മിക്കുന്നത്. എങ്ങനെയാണ് സഖാക്കൾ ആടിനെ പട്ടിയാക്കുന്നത് എന്ന് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാകും. 2018 പ്രളയമുണ്ടായതുമായി ബന്ധപ്പെട്ട മനുഷ്യനിർമ്മിത ദുരന്തത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് രാജു എബ്രഹാം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. നമ്മളിനി ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടത് വരുണ ഭഗവാനോടായിരിക്കും. അവിടെ നീ ചോദിക്കാൻ പറ്റുന്നുള്ളൂ എന്തുകൊണ്ട് ഇത്രയും മഴ പെയ്തു. വരുണ ഭഗവാനെക്കുറിച്ച് വേണം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ. വിജയഭഗവാനെ വേണ്ട രീതിയിൽ സന്തോഷിപ്പിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് 1/4 നൂറ്റാണ്ടുകാലം MLA ആയിട്ടിരുന്നിട്ടും ഒരു മന്ത്രി പദവി രാജു എബ്രഹാമിന് കിട്ടാതെ പോയത്. മിനിഞ്ഞാന്ന് പാർട്ടിയിൽ വന്നു കയറിയ വീണ ജോർജ് വരെ മന്ത്രിയായി. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം വരുണ ഭഗവാനോട് ചോദിക്കണമത്രേ. ഇന്ദ്ര, ഞാൻ നിനക്ക് തോൽക്കുടത്തിൽ മദ്യം തരാമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ഇന്ദ്രൻ വരുണനോട് പറഞ്ഞ് മഴ പെയ്യിക്കുകയായിരുന്നു. വിവരദോഷത്തിൻ്റെ ഒരു അസ്കിത രാജു എബ്രഹാമിനെ പിടികൂടിയിട്ടുണ്ട്. ഇടത് കോട്ടയായി മാറിയിരുന്ന റാന്നി കൈവിട്ടു പോയതിൻ്റെ ദുഃഖം രാജുവിനുണ്ട്. ഇപ്പോഴവിടുത്തെ MLA പഴകുളം മധുവാണ്. അദ്ദേഹം പ്രളയകാലത്ത് വെള്ളത്തിൽ നിന്നും ഇറങ്ങാതെ തേച്ചു കഴുകലും തൂത്തുവാരലുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. ആ രംഗങ്ങൾ കാണുമ്പോൾ രാജുവിനും പാർട്ടിക്കും വല്ലാത്ത അസ്വസ്ഥതയാണ്. അതെല്ലാം നാടകമാണെന്ന് പറഞ്ഞ് DYFIക്കാരും CPMകാരും പിറ്റേന്നതാ ബനിയനുമൊക്കെ ഇട്ട് രാജു എബ്രഹാമിനെ കൊണ്ട് തൂത്തുവാരിക്കുന്നു. നിലത്തിന് നോവാതെ നിവർന്നു നിന്നുകൊണ്ടായിരുന്നു രാജു തൂത്തുവാരിയത്. ഫോട്ടോ എടുത്തു കയറിപ്പോയി. റാന്നിയിലെ പ്രളയത്തിൻ്റെ ഭീകരതയെപ്പറ്റിയൊക്കെ പഴകുളം മധു ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ രാജു എബ്രഹാം ചിരിക്കുന്ന ചിരി ഒന്ന് കാണണം. ആകപ്പാടെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ തൊട്ടുകൂട്ടാനും മേമ്പൊടിയായിട്ടും ഒരൊറ്റ സീറ്റേ ഉള്ളൂ ഇടതിന്. 2000-ൽ താഴെ വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയ KO ജനീഷ് കുമാറാണ് കോന്നിയിലെ MLA. പ്രളയകാലത്തും രാഷ്ട്രീയ കുത്തിത്തിരിപ്പിന് ഇറങ്ങുകയായിരുന്നു ഈ ജനീഷ് കുമാറും. മുഖ്യമന്ത്രി കോന്നിയിൽ സന്ദർശനം നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പരിഹാസം നടത്തിയത്. അദ്ദേഹത്തിന് ഈ പരിഹാസമല്ലാതെ വേറെ ഒന്നും അറിയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ VD സതീശനെ കോന്നിയിലേക്ക് ക്ഷണിച്ചിരുന്നു വനവാസത്തിനായി. പുള്ളി ചിറ്റാറിലും ഗുരുനാഥമണ്ണിലുമൊക്കെ അതിനുവേണ്ട സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നു വിളിച്ചിട്ടും വന്നില്ല എന്ന്.
ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥിനെ എന്തൊക്കെ തരത്തിലാണ് ഈ KU ജനീഷ് കുമാർ പരിഹസിച്ചത്. വിഷ്ണുനാഥ് TBയിൽ ഉണ്ടുറങ്ങി മുറിയെടുത്ത് കഴിയുകയായിരുന്നത്രേ. എന്നാൽ ജനീഷ് കുമാർ ഇത് പറയുന്നതിന് തൊട്ടു മുമ്പാണ് മന്ത്രിക്കൊപ്പം നിന്ന് PC വിഷ്ണുനാഥ് ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തിയത്. ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും ആളുകളെ പരിഹസിക്കുക എന്നത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു കലാപരിപാടിയാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പിൻ്റെ ഓഫീസിൽ കയറി ചെന്ന് ജനീഷ് കുമാർ കാണിച്ച ഗുണ്ടാവിളയാട്ടം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്തു. മര്യാദകേട് കാണിച്ചാൽ ഉടൻ നക്സൽ വരുമെന്നായിരുന്നു ഭീഷണി. കണ്ടോ ഞങ്ങളുടെ MLAയുടെ ശൗര്യമെന്നായി അവിടുത്തുകാർ. അതുകൊണ്ട് മാത്രം ആ മേഖലയിൽ നിന്ന് കിട്ടിയ വോട്ടിലാണ് ഇത്തവണ കടന്നുകൂടിയത്. വനം വകുപ്പിൻ്റെ ഓഫീസിൽ കയറി ചെന്ന് ചുട്ടുകളയുമെന്നൊക്കെ പറയണമെങ്കിൽ പിണറായി സർക്കാരിന് വേണ്ടപ്പെട്ട MLAക്കല്ലാതെ വേറെ ആർക്ക് കഴിയും അന്ന്? ഈ ഭീഷണി കേട്ടപ്പോൾ ചിറ്റാറിലെ എക്സൈസ് ഓഫീസ് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിക്കിരയായ സംഭവമാണ് ഓർമ്മ വരുന്നത്. ജനീഷ് കുമാർ കത്തിക്കുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിനടുത്ത് തന്നെ സംഭവിച്ചെന്നിരിക്കും. വെള്ളം കയറി വരുമ്പോൾ പണ്ട് ഊത്തപിടുത്തക്കാർ ഇറങ്ങുമായിരുന്നു. അവർക്കതൊരു ആഘോഷമായിരുന്നു. തുള്ളി അടിച്ചിട്ടിരുന്ന് ഊത്ത പിടിക്കും. ഇങ്ങനെ വെള്ളത്തിൽ ഊത്ത പിടിക്കുന്നത് പോലെ കലക്കവെള്ളത്തിലും വെള്ളപ്പൊക്കത്തിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണ് ഈ CPMകാർ. ഈ വെള്ളപ്പൊക്കകാലം വേണ്ട രീതിയിൽ ആസ്വാദ്യകരമാക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ സിസ്റ്റത്തെ ചലിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്യണം. പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന വെള്ളപ്പൊക്കമാണ് രസം. ക്യാപ്റ്റൻ അണികളെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. പാർട്ടി സംവിധാനങ്ങളെല്ലാം രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും. അവർ വലിയ തോതിൽ നവമാധ്യമങ്ങളിലൂടെ വിഭവ സമാഹരണങ്ങൾ നടത്തും, ഫണ്ടുകൾ ശേഖരിക്കും. അതെല്ലാം പലരുടെയും പോക്കറ്റിലേക്ക് പോകും, ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. അന്നത്തെ കാലത്ത് വില്ലേജ് ഓഫീസർക്കും RDOയ്ക്കും കളക്ടർക്കും ഒന്നും ഒരു റോളും ഉണ്ടായിരുന്നില്ല. എല്ലാം DYFI ചെയ്യും. പ്രളയത്തിലും ദുരന്തത്തിലും കനിവിൻ്റെ കൈകാട്ടാൻ DYFI അല്ലാതെ ആരുമില്ല എന്ന് അവർ തന്നെ പ്രചരിപ്പിക്കും. ക്യാപ്റ്റൻ്റെ കരുതലിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും കഥനകഥകൾ പാടി നടക്കും. സർക്കാരിനെതിരെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഉടൻ കലാപാഹ്വാനത്തിന് കേസെടുക്കുമായിരുന്നു. ഒരു ഭാഗത്ത് കുടുക്ക പൊട്ടിച്ചതിൻ്റെ കഥകൾ, മറ്റൊരു ഭാഗത്ത് ആടിനെ വിറ്റ ആമിനയുടെ കഥകൾ. പിണറായി വിജയൻ അല്ലായിരുന്നെങ്കിൽ കേരളം അറബിക്കടലിൽ പോകുമെന്ന സ്തുതിവചനങ്ങൾ. വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രളയത്തട്ടിപ്പിൻ്റെ ഭീകരമായ കഥകളായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കയറാത്ത ഭാഗത്തെ കമ്മ്യൂണിസ്റ്റുകളും ക്യാമ്പിൽ അഭയം തേടും. സാധന സാമഗ്രികളും വീട് തേച്ച് കഴുകാനുള്ള 10,000 മേടിച്ച് അവർ പോകും. അങ്ങനെ വെള്ളപ്പൊക്കത്തെ ആഘോഷമാക്കിയ മനുഷ്യർക്ക് ഇത്തവണ അതിന് കഴിയാതെ പോയതിൻ്റെ ഒരു ധർമ്മസങ്കടമാണ് രാജു എബ്രഹാമിനും മാത്രമല്ല സകല ഇടതു നേതാക്കൾക്കുമുള്ളത്. കുത്തിത്തിരിപ്പിനായി കുറേ കമ്മി ചാനലുകളും മൈക്കുമായി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ഗുണമുള്ളത് ഇവരുടെയൊക്കെ കള്ളത്തരത്തിനും പുളുപടിക്കും ഒറ്റ ദിവസത്തെ ആയുസ് പോലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റാന്നിയിലെ രാജു ഇനിയും തൂങ്ങണം കിട്ടാവുന്നിടത്തെല്ലാം.